ഹലോ മക്കളെ, നിങ്ങളുടെ SSLC റിസൾട്ട് ഇതാ വന്നിരിക്കുന്നു. കുറേ ആൾക്കാർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും, കുറേ ആൾക്കാർ റീലോഡ് ചെയ്യാമെന്ന് എനിക്കറിയാം. ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻസിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പ്ലസ് വൺ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള കാര്യം, അതേപോലെ തന്നെ നിങ്ങളുടെ SLC റിസൾട്ടിന് അനാലിസിസും ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈം നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്തവർ റിസൾട്ടിൻ്റെ കാര്യം ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലൊക്കെ ഇടുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കുറേ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ട് എല്ലാം ചെക്ക് ചെയ്യുക. ഇനി നിങ്ങളൊരു റിക്വസ്റ്റ്, നിങ്ങൾ റിസൾട്ടിൻ്റെ കാണുന്ന റിയാക്ഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ റിയാക്ഷനും കാര്യങ്ങൾ. ഇനി അതല്ലാതെ നിങ്ങൾ ലക്ഷ്യ ബാച്ചിൻ്റെ സ്റ്റുഡൻ്റ് ആണ്, എക്സാമിനറുടെ കൂടെ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം ഉണ്ട്, അതും ഫില്ല് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതും ഫില്ല് ചെയ്യാൻ മറക്കരുത്. അതിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, റെഡി, ഡൺ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ വർഷം റിസൾട്ട് അനാലിസിസ് ആണ് ചെയ്യാവുന്നത്. വളരെ സിമ്പിളാണ്. കഴിഞ്ഞ വർഷം 99.69 ആണ്, ഈ വർഷം 99.05 അല്ല, 05 അല്ല, എൻ്റെ ഓർമ്മ ശരിയാണ്, 50 ആണ്. ഓക്കെ, 50 ആണ്. ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കുറഞ്ഞു, ഒരു ചെറിയ 0.19% കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ കുറേ 1000 കുട്ടികൾ അല്ലെങ്കിൽ അതിനെക്കാട്ടും കുട്ടികൾ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ അതിൽ പെട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിച്ച് പോയവർക്ക് എന്താണെങ്കിലും പാസ്സാവേണ്ടതാണ്. ഫുൾ A+ കുട്ടികൾ നമുക്ക് ക്ലിയർലി നമ്പർ കുറഞ്ഞാൽ കാണാം. ഏകദേശം ഒരു 10,000 കുട്ടികൾ കുറഞ്ഞിട്ടുണ്ട്. ഈ വർഷം കൃത്യമായിട്ട് ന്യൂസ് ആർട്ടിക്കിളിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആൻഡ് ടഫർ എക്സാം ആയിരിക്കുന്നു അല്ലേ. അപ്പോൾ അത് കാണാൻ ഇവിടെ ഉണ്ട്. സ്ട്രിക്റ്റ് എക്സാം ഭയങ്കര ടഫാക്കിയില്ലെങ്കിലും കുറച്ച് ടഫാക്കി, പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഇവാലുവേഷൻ ടഫറാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ A+ എണ്ണം കുറയാൻ കാരണം. ഓക്കെ, ഇനി മൊത്തം കുട്ടികളുടെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുക വിജയം നേടിയ കുട്ടികളുടെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ പെർസെൻറ്റേജ് കുറയാൻ കാരണം. ഓക്കെ, ഇനി 100% വിജയം നേടിയ സ്കൂളുകൾ 2331. അതിന് വീണ്ടും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും നിങ്ങളുടെ ഫുൾ എല്ലാം സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങനത്തെ ഒരു സ്കൂളിലാണെങ്കിൽ, 100% നേടിയ സ്കൂളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, അവരൊന്ന് ഷൈൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ ആ സ്കൂളിലെ കുട്ടിയാണെങ്കിൽ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ മക്കളെ, നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോന് വേറെ ഗൂഗിൾ ഫോം ഉണ്ട്. രണ്ടിൽ അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ മക്കളെ, എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നിങ്ങളുടെ പ്ലസ് വണ്ടെ അലോട്ട്മെന്റ്, ട്രയൽ അലോട്ട്മെന്റ്, ആപ്ലിക്കേഷൻ, എല്ലാ കാര്യങ്ങളും വെരിഫിക്കേഷൻ, ചെക്കിംഗ് ഒക്കെ നിങ്ങളുടെ ഈ ചാനലിലാണ്. ഈ ഇപ്പോൾ കാണുന്ന നിങ്ങളുടെ SSLC ചാനലിലാണെങ്കിൽ അത് ഇനി വിട്ടുകൊടുക്കുക. അത് നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കല്ല, നിങ്ങളുടെ ജൂനിയേഴ്സായ 9ാം ക്ലാസ് കഴിഞ്ഞവർക്ക്. ഓക്കെ, അപ്പോൾ അവർക്കാണ് ഈ ചാനൽ. നിങ്ങൾ പ്ലസ് വൺ ചാനൽ ഇത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെയാണ് എല്ലാ ഡീറ്റെയിൽസും വരാൻ വന്നത്. ഓക്കെ, ഇനി മക്കളെ, എന്ത് റിസൾട്ട് എങ്ങനെ വേണം ആയിക്കോട്ടെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് പ്ലസ് വൺ. എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയ 28 എക്സാം വിന്നർ അഗ്നി ബാച്ച് സ്റ്റുഡൻസ് ആണിത്. ഓക്കെ, ഇവർ ആരെങ്കിലും അല്ല, ഇവർ 520 പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് മേടിച്ച 100 ഔട്ട് ഓഫ് 100% മേടിച്ച ആൾക്കാരാണ്. ഇവർ കേരളത്തിലെ റെക്കോർഡ് സെറ്റ് ചെയ്തവരാ എക്സാമിനറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് എക്സാമിനർ കൂടെ പഠിച്ച് ഏറ്റവും കൂടുതൽ പ്ലസ് വണ്ണിൽ ഇത്രയും മാർക്ക് മേടിച്ച കുട്ടികളാണ്. ഇവരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവർ പറയത്തുള്ളൂ, എങ്ങനെ A+ മേടിച്ചാൽ, എങ്ങനെയാണ് ഫുൾ മാർക്ക് മേടിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവർ ഒരു ആൻസറേ പറയുള്ളൂ, നേരത്തെ പഠിക്കുക, നന്നായി പഠിക്കുക. അത്രേ ഉള്ളൂ, നേരത്തെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ആൻഡ് മക്കളെ, അതുകൊണ്ട് തന്നെ എക്സാമിനറിന്റെ പ്ലസ് വൺ ബാച്ചുകൾ സയൻസ്, കൊമേഴ്സ്, നമ്മുടെ നീറ്റും JEE എല്ലാ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ. ഫ്രൈഡേ കാണുന്നു, സാറ്റർഡേ, സൺഡേ, മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ലൈവായിട്ട് ഫുൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേദന ജോയിൻ ചെയ്യും. ഇവരൊക്കെ അഗ്നി ബാച്ചിൽ പഠിച്ചവരാ മക്കളെ. അപ്പോൾ നേരത്തെ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സ്കൂളിന് വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആർക്കും വെയിറ്റ് ചെയ്യുന്നു, നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേദന നമ്മുടെ അഗ്നി ബാച്ചിൽ തുടങ്ങാം. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ലൈവ് ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. ലൈവ് ക്ലാസ് കാണാൻ, നോട്ട്സ് കാണാൻ 90% മേലെ ഉറപ്പാണ്. ബാക്കിയുള്ള നിങ്ങൾ വർക്ക് ഷീറ്റും കുറച്ച് PYQും ചെയ്താൽ 100% സിമ്പിളായിട്ട്. പക്ഷേ നേരത്തെ തുടങ്ങണം, എന്നാലേ കിട്ടുള്ളൂ നല്ല മാർക്ക്. SSLC പോലെ വെറുതെ A+ കിട്ടാൻ സാധ്യതയില്ല പ്ലസ് വണ്ണിൽ. SSLCയിൽ കുറച്ച് സബ്ജക്ട്സും കുറച്ച് സിമ്പിളായിരുന്നു, പ്ലസ് വണ്ണിൽ അത് ടഫാണ്. അത് ഏതൊരു പ്ലസ് വൺ കുട്ടിയോട് ചോദിച്ചാലും പറയും, മറക്കണ്ട. പ്ലസ് വണ്ണിൽ ഞങ്ങൾക്ക് സയൻസ് ബാച്ച് മാത്രമല്ല മക്കളെ, ബുക്സും വേറെ ഉണ്ട്. ബുക്സിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം. പക്ഷെ നിങ്ങൾക്ക് ഇതാ ഡീറ്റെയിൽസ് ഒന്ന് വേഗം പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്ലസ് വണ്ണിന്റെ ബാച്ച് 4999 ഫീസ് വരുന്നത്. നമുക്ക് സയൻസ് ബാച്ച് ഉണ്ട്, കോമേഴ്സ് ബാച്ച് ഉണ്ട്, JEEന്റെ ബാച്ച് ഉണ്ട്, നീറ്റിന്റെ ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം തന്നെ അഡ്മിഷൻ എടുത്ത് താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മൺഡേ നമുക്ക് കാണാം. പിന്നെ റിയാക്ഷൻ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ SLC റിസൾട്ട് വന്നു, കിട്ടി, അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് മക്കളെ. കമൻസിൽ അറിയിക്കാൻ മറക്കണ്ട. പിന്നെ പ്ലസ് വൺ ചാനൽ നമുക്ക് കാണാം.